കത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പദ്ധതി വിഹിതം യഥാസമയം ചെലവഴിക്കാതെ ഒച്ച് നീങ്ങുന്ന വേഗതയിലാണ് ആ പദ്ധതിയുടെ നിർവഹണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പണം അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പണം വലിയ തോതിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായ ചില പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ LDFന്റെ മെമ്പർമാർ ഇന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് നടത്താനാണ് എടയൂരിലെ CPM-ഉം LDF-ഉം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇത് പ്രതിപക്ഷ മെമ്പർമാർക്ക് മാത്രമല്ല ബൾബ് കത്താത്തതിന്റെ പ്രശ്നമുള്ളത് ഇവിടെ ഭരിക്കുന്ന മെമ്പർമാർ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇവിടെ 2020 ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഭരണസമിതിയാണ്. ഇത് 2024 ഡിസംബർ ആവുകയാണ്. 4 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇതിനകത്ത് കാതലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ഏറ്റവും ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ 4 വർഷമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ വിപുലീകരണം നടത്തണം, കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണം, അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തണം, സ്ട്രീറ്റ് മെയിൻസ് വലിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തെ പ്രകാശപൂരിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ 2020 അവസാനം മുതൽ ഈ ഭരണസമിതി വന്ന് തുടക്കത്തിലെ പറഞ്ഞു തുടങ്ങുന്നതാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് വരട്ടെ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന നിലയിലാണ് ഇന്നത്തെ ഭരണസമിതി നടപടി സ്വീകരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 4 വർഷം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും പുതുതായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്ഥലത്തും സ്ഥാപിച്ചിട്ടില്ല. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.